ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ 14ാമത് പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2024 ഡിസംബർ 26 അന്തരിച്ചു. ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. 1936 സെപ്റ്റംബർ 26 അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗുർമൂഖ് സിംഗിൻ്റെയും അമൃത് കൗറിൻ്റെയും മകനായി മൻമോഹൻ സിംഗ് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അമൃത്സർ ഹിന്ദി കോളേജിലായിരുന്നു പഠനം. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. സാമ്പത്തിക വിദഗ്ധൻ, അക്കാദമിക് പണ്ഡിതൻ, ഉന്നത ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെയും പ്രശസ്തമായ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലെയും ഫാക്കൽറ്റിയിൽ ചെലവഴിച്ചു വർഷങ്ങൾ ഡോക്ടർ സിംഗിൻ്റെയും അക്കാദമിക് യോഗ്യതകൾ ശക്തിപ്പെടുത്തി. 1966-69 കാലയളവിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്രട്ടേറിയറ്റിലും തുടർന്ന് ഇന്ത്യയുടെ ധനകാര്യ വിദേശകാര്യ മന്ത്രാലയത്തിലും അദ്ദേഹം ഉന്നത പദവികൾ വഹിച്ചു. തുടർന്ന് RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, UGC ചെയർമാൻ എന്നീ നിലകളിലും പ്രശംസ പിടിച്ചുപറ്റി. നിരവധി അന്താരാഷ്ട്ര കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സംഘടനകളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് ഗവൺമെൻറ് മേധാവികളുടെ യോഗത്തിലേക്കും 1993 വിയന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലേക്കും ഇന്ത്യൻ സംഘത്തെ ഇദ്ദേഹം നയിച്ചു. RBI ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1991 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ധനകാര്യമന്ത്രി പദം അദ്ദേഹത്തെ തേടിയെത്തി. രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രി എന്ന നിലയിലും മൻമോഹൻ സിംഗ് കാലം അടയാളപ്പെടുത്തുക. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. അദ്ദേഹം പുത്തൻ സാമ്പത്തിക നയങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 ആശയങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. 2004 ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ UPA സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയോഗിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ശക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്ത് ഊഷ്മളമായ വിദേശബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സൂക്ഷിച്ച് മൻമോഹൻ സിംഗ് അമേരിക്കയുമായി ആണവ കരാർ ഏർപ്പെട്ടതോടെ ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര നിർമ്മാണത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യത്തിനപ്പുറമാണ്. സൗമ്യത കാത്തുസൂക്ഷിക്കുമ്പോഴും തീരുമാനങ്ങൾ കാർക്കശ്യം അദ്ദേഹം പുലർത്തി. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള മൻമോഹൻ സിംഗിനെ 1987 ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഓണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചു. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രഗത്ഭനായ ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്.